സല്യൂട്ട് സഹൃദയരെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ലണ്ടനിൽ ഷീവനിങ് ഫെലോഷിപ്പിന് പോയതും തിരികെ വന്നിട്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും ഒക്കെ വിവരിച്ചിരുന്നല്ലോ. അത് കണ്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കണ്ടു നോക്കൂ. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെയും DGPയെയും കണ്ടപ്പോൾ ശ്രീലേഖ ട്രാൻസ്പോർട്ടിലല്ലേ അവിടെ പോയി ചോദിക്കുക എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയെ കാണാൻ പോയി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ ഷീവനിങ് ഫെലോഷിപ്പിന് പോകുന്നത് എന്ന്. പക്ഷേ ഞാൻ പോയപ്പോൾ പകരം ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നോട് പറഞ്ഞിരുന്നത് താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്, 3 മാസം കഴിഞ്ഞ് ശ്രീലേഖ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരികെ തന്നേക്കാം. ആളിങ്ങനെ നിർബന്ധം പിടിച്ച് ഞാൻ 3 മാസത്തേക്ക് ഇരുന്നോട്ടെ സാർ എന്ന് ചോദിച്ചത് കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിട്ടത്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ മാറ്റുന്നില്ല, ആളവിടെ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ലണ്ടനിൽ വെച്ച് അധികം അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും മിനിസ്റ്റർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു അവിടെ ഒരു മ്യൂസിയമുണ്ട്, ലണ്ടൻ മ്യൂസിയത്തിൻ്റെ പോയപ്പോൾ അതിൻ്റെ സ്റ്റോറിൽ നിന്ന് ഞാനൊരു നല്ല കണ്ണട കൂട് വാങ്ങിയായിരുന്നു. അതിനകത്ത് കണ്ണടയില്ല, പക്ഷേ കണ്ണട സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കൂടാണ്. അതൊരു നല്ലൊരു ഭംഗിയുള്ള സാധനമാണ്. അതിനകത്ത് വേൾഡിൻ്റെ മാപ്പ് മുഴുവനും ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. മോൾ വശത്ത് എല്ലാ സ്ഥലവും എവിടെയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ അതിനകത്തൊരു ചെറിയ തുണിയുണ്ട്, കണ്ണട തുടയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള തുണിയുണ്ട്. ആ തുണിക്കകത്തും അത് സെയിം പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ച് വിലയുണ്ട്, ഒരു 15 പൗണ്ടോ 20 പൗണ്ടോ അടുപ്പിച്ചങ്ങാണ്ട് ഞാനതിന് കൊടുത്തു. നല്ല വിലയുള്ള ഒരു സാധനമാണ്, വളരെ ക്യൂട്ടാണ് കാണാൻ, എക്സ്ക്വിസിറ്റാണ്. നമ്മൾ സാധാരണ കണ്ണട വാങ്ങിക്കുമ്പോൾ അത് അവർ തരുന്ന കണ്ണട കടകൾ തരുന്ന ഒരു കവറിനകത്തിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനേക്കാളും ഇതുപോലെയുള്ള ഒരു കവറിനകത്തിട്ട് കൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്കാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിരുന്നു. അതൊരു നല്ല കൂടിനകത്തിട്ടിട്ട് ഞാൻ അതുമായിട്ടാണ് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ അതുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. ആവശ്യമില്ലായിരുന്നു, എന്നാലും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു നല്ല മിനിസ്റ്റർ ആയിരുന്നല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിനാണ് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴും വളരെ ഒരു പരിഭവത്തിലായിരുന്നു. ദേഷ്യമെന്ന് പറയാൻ പറ്റത്തില്ല, ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമല്ല അദ്ദേഹത്തിൻ്റെ, ഒരു പരിഭവം ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു പരിഭവത്തിൻ്റെ ഒരു മട്ടിലായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് പറഞ്ഞതാണല്ലോ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പോസ്റ്റ് ചെയ്യാമെന്ന്, ട്രാൻസ്പോർട്ടിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പാതി വെച്ച് പോയതല്ലേ, അപ്പോൾ എനിക്കത് തുടർന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കൂടാതെ ഞാൻ ഷീവനിങ് ഫെലോഷിപ്പിൽ എടുത്ത പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും റോഡ് സേഫ്റ്റിയെക്കുറിച്ചാണ്. ഇൻക്ലൂസിവിറ്റി ഇൻ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പ്രശംസിക്കപ്പെടുകയൊക്കെ ചെയ്തതാണ്. ഞാൻ എൻ്റെ കോപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതും എടുത്ത് കാണിച്ചു. പക്ഷേ അദ്ദേഹം അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ശ്രീലേഖ പോകുന്നതിന് മുമ്പ് ഒരുപാട് പാര വെച്ചിട്ടാണ് പോയത്, വളരെയധികം ബുദ്ധിമുട്ടുകൾ എനിക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ഞാൻ ശ്രീലേഖയെ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്ത് പാര സാർ, ആര് പറഞ്ഞു സാറിനോട് എന്ത് പാരയാണ് ഞാൻ വെച്ചത്? നല്ലത് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. കാരണം അവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി ജ്യോതിലാലാണ്. അദ്ദേഹം വളരെ നല്ല ഓഫീസറാണെങ്കിലും ഒരു അഡീഷണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, അസോസിയേഷൻ്റെയൊക്കെ നേതാവാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഉടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് മീറ്റിങ്ങിൽ പോയി ഞാൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം അതിന് എതിരഭിപ്രായം പറയുമായിരുന്നു. ശ്രീകുമാറുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അത് വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിരുന്നില്ല. കാരണം നമ്മുടെ ഒന്നും ലെവലിൽ വരുന്ന ആളല്ല. ശ്രീകുമാറുമായിട്ട് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. അതിൻ്റെ താഴെയുള്ള DTCയോ അതിൻ്റെ താഴെയുള്ള ഓഫീസേഴ്സോ മറ്റോ ഇടപെട്ടാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറോ മറ്റോ ഇടപെട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അതൊന്നും പറയാറില്ല. പക്ഷേ മിനിസ്റ്റർക്ക് ശ്രീകുമാറിനെ എന്തുകൊണ്ടോ വിശ്വാസമായിരുന്നു. അപ്പോൾ അദ്ദേഹം പലതിലും ഉടക്ക് പറയുമ്പോഴും ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴും ഒക്കെ ഞാൻ ഉറപ്പിച്ച് കസിനുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ്, നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യം സാധിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശ്രീകുമാറിനൊരു ചെറിയ വിരോധം എന്നോടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ പാര എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞ അതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. കോട്ടയം നഗരത്തിൻ്റെ നടുക്കൊരു ഗാന്ധി പ്രതിമയുണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ ഒരു റൗണ്ടിലുള്ള ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്റ്റ് ചെയ്ത് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർക്ക് കറങ്ങി നടക്കാനും കുറച്ച് ഷോപ്പിംഗ് ചെറിയ ചെറിയ കിയോസ്കുകളൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ആൾക്കാർക്ക് പോകാനും ഒക്കെയുള്ള 4 എൻട്രൻസും ഒരു ലിഫ്റ്റും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞൊരു വലിയ ബൃഹത്തായ ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരുന്നപ്പോൾ ഞാൻ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും കൂടെ ചാർജ് വഹിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് നല്ലപോലെ കാശുണ്ട്. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് ഇത് വെച്ചിട്ട് നടത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം നമ്മളതൊരു 2-3 ഏജൻസിമാരെ കൊണ്ട് അതിൻ്റെ റഫ് എസ്റ്റിമേറ്റൊക്കെ എടുപ്പിച്ചു. നാറ്റ്പാക്ക് എന്ന് പറഞ്ഞൊരു ഏജൻസി എടുത്തു, കെൽട്രോൺ എടുത്തു. അപ്പോൾ അങ്ങനെ ലാഭമായിട്ടുള്ള ഒരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 80 ലക്ഷമോ 85 ലക്ഷമോ രൂപയുടെ എന്തോ ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ടെൻഡറൊക്കെ വിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
ഓരോ പ്രാവശ്യവും ഇതിൻ്റെ എമൗണ്ട് പാസ്സാകണമെങ്കിൽ ചീഫ് സെക്രട്ടറി ലെവലിലുള്ള ഒരു മീറ്റിംഗ് വേണം. കാരണം ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ ചെക്കുകൾ ഒപ്പിടേണ്ടത്. ചീഫ് സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും കൂടെ ഒപ്പിട്ട ചെക്കുകളാണ് പാസ്സാവുന്നത്. അദ്ദേഹത്തിന് സംശയമുള്ള എന്ത് കാര്യമാണെങ്കിലും അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതെന്താണെന്ന് ചോദിക്കും. മിനിസ്റ്ററുടെ പെറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടെ പല പ്രാവശ്യം കോട്ടയത്ത് പോവുകയും അവിടെയുള്ള പല ആളുകളുമായിട്ട് ചർച്ച നടത്തുകയും എവിടെ നിന്നൊക്കെയാണ് ആക്സസ്, എങ്ങനെ കെട്ടാം എന്നുള്ളതിനെക്കുറിച്ച് മീറ്റിങ്ങുകൾ നടത്തുകയും കളക്ടറേറ്റിൽ വെച്ച് പല തവണ ചർച്ചകൾ നടത്തി. ഇതിൻ്റെ ഇനോഗ്രേഷനൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ നടന്നു. മിനിസ്റ്ററുമൊക്കെ വന്നിട്ട് എല്ലാ ആൾക്കാരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അവസാനം ചെറിയ ഒരു പള്ളി വക ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് സ്ഥലം എടുക്കേണ്ടി വരും. ഒരു ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ നഗരസഭയുടെ അടുത്ത് അങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലാണ് ഒരു റോഡിലോട്ടുമൊക്കെയാണ് ആക്സസ്. അപ്പോൾ ലിഫ്റ്റോ എസ്കലേറ്ററോ വെക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വലിയ ഒരു സ്ഥലം ഇല്ല. പടിയായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ട് അതിൻ്റെ എല്ലാ കാര്യവും ചെയ്ത് അവസാനം 4 സൈഡിലേക്കും ആക്സസ് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് സ്വീകാര്യമാണ്. ഞാൻ അതിൻ്റെ ചുറ്റും അഡ്വർടൈസ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കടകൾ വാടകയ്ക്ക് കൊടുക്കുന്ന വഴിയുമൊക്കെ നമുക്കതിൻ്റെ മുഴുവൻ തുകയും തിരിച്ച് KRSAയിലേക്ക് എടുക്കാം എന്നൊക്കെയുള്ള ഒരു പ്രപ്പോസലായിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് കൂടുതൽ പൈസ ആവശ്യമായി വന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ചീഫ് സെക്രട്ടറി വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനകത്ത് കഴിയുന്നത്ര ഞാനത് പറയാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഇത് എന്തൊരു വിട്ടി പ്രോജക്റ്റാണ്, ഇതിങ്ങനെ ഒരു പ്രോജക്റ്റിന് എന്തിനാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി സാങ്ഷൻ കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് മിനിസ്റ്ററുടെ പെറ്റ് പ്രോജക്റ്റാണ്, ഇത്രയധികം രൂപ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് അത് തുടക്കം ഇട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു, ഇത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്, ഇത് നിന്ന് പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു ചുറ്റുവരുന്ന. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചിരിച്ചു. എമൗണ്ട് സാങ്ഷൻ ചെയ്തിട്ടില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് അത് സാങ്ഷനായി വന്നതും വീണ്ടും പണി തുടങ്ങിയതുമൊക്കെ. പക്ഷേ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് മിനിസ്റ്ററിനോട് ആരോ ധരിപ്പിച്ചിരുന്നു. ഞാനില്ലാത്ത സമയത്ത് ശ്രീലേഖയാണ് ഇത് ഒരിക്കലും നടക്കാത്ത പ്രോജക്റ്റാണ്, മിനിസ്റ്ററുടെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പെറ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നതാണ് എന്നുള്ള നിലയിൽ ഞാനിത് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ കഥ പരന്നത്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അത് ഏതോ ഒരു ആൾ കൊണ്ട് എത്തിച്ചു. അപ്പോൾ അത് ആരായിരിക്കുമെന്ന് എനിക്കറിയില്ല. അന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് ഫൈനാൻസിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, എൻ്റെ 2 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, JTCയും DTCയും ഉണ്ടായിരുന്നു, പിന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ മീറ്റിങ്ങിൽ ശ്രീകുമാറും പങ്കെടുത്തിരുന്നില്ല, പിന്നെ വേറെ താഴോട്ടുള്ള വേറെ ആരും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ആരത് മിനിസ്റ്ററുടെ ചെവിയിലത് പറഞ്ഞു എന്നറിയില്ല, അത് അദ്ദേഹത്തിന് തോന്നിയ കാര്യമാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് ശ്രീലേഖ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ശ്രീലേഖയെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചാർജ് ഏൽപ്പിക്കുന്നില്ല, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും ശ്രീലേഖയ്ക്ക് തരുന്നില്ല. അതിപ്പം സമർത്ഥനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹം അത് സമയബന്ധിതമായി പൂർത്തിയാക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് ഈ പണി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ശ്രീലേഖ പോയി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്തോളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാർ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാറിന് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളൊരു ഗിഫ്റ്റുണ്ട്, ഞാൻ തരുവാണ്, സാർ സന്തോഷപൂർവ്വം വാങ്ങിച്ചാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ കണ്ണട കൂട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പാക്കറ്റ് വളരെ പ്രതീക്ഷയോടുകൂടി തുറന്ന് അതെടുത്തിട്ട് പറഞ്ഞു, എന്താ ഇത് കണ്ണട കൂടോ, കൊണ്ടുവന്നിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ PS ആയിട്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട്, ശശി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ PS, അദ്ദേഹത്തിൻ്റെ ശശിയുടെ ശശി ഇതങ്ങ് വച്ചേരെ അവിടെ എങ്ങാനും കൊണ്ടിട്ടേരെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും മുഖത്തെ എക്സ്പ്രഷനും ഞാനിത് വളരെ സന്തോഷപൂർവ്വം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കണ്ടപ്പോൾ എനിക്കങ്ങ് നെഞ്ച് പൊട്ടുന്ന പോലെ വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഇത്രയധികം ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് എന്നോടുണ്ടോ? എന്തായാലും ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഒരു വല്ലാത്ത വിഷമമായി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ശശിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ശശി ആ കണ്ണട കൂടൊന്ന് എനിക്ക് തിരിച്ച് താതിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ. അത് കുറച്ച് വിലയുള്ളത്, അത്ര ചീപ്പൊന്നുമല്ല. എനിക്കത് വേറെ ആരെങ്കിലും അതിന് വില മതിക്കുന്ന ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് നൽകുകയോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉപയോഗിക്കുകയോ ചെയ്യാമല്ലോ, ഞാൻ കണ്ണട വെക്കാറുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതെനിക്കറിയില്ല എവിടെ പോയിന്ന് മാഡം, അത് ഞാൻ എവിടെയോ വെച്ചു, അതിപ്പോൾ കാണുന്നില്ല എന്ന് അദ്ദേഹം അപ്പം തന്നെ എന്നോട് മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അയാളും ഇനി അതെടുത്ത് ചവറ് കോട്ടയിൽ ഇടുവോ മറ്റോ ചെയ്തോ. എന്നാലും ഞാൻ എൻ്റെ പുറകെ പോകാൻ പോയില്ല, പോട്ടെ സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു, മറന്നു. എൻ്റെ പോസ്റ്റിംഗ് ശരിയാവാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആഭ്യന്തരമന്ത്രിയെ പോയി 3ാമത്തെ പ്രാവശ്യം മറ്റോ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇത് വലിയ കഷ്ടമാണല്ലോ, എനിക്ക് പോസ്റ്റിംഗ് ഇതുവരെ എന്താ തരാത്തത്, ഞാൻ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളായാലും വെറുതെ ഇരിക്കുകയല്ലേ, എവിടെയെങ്കിലും ജോലി ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല മൂഡിലായിരുന്നു ആ സമയം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീലേഖ എവിടെയാണ് പോസ്റ്റിംഗ് വേണ്ടതെന്ന് പറഞ്ഞു, ഞാനത് തരാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ആഗ്രഹം, ഞാൻ പറഞ്ഞു, എനിക്ക് സൗത്ത് സോൺ ADGP ആയിട്ട് പോസ്റ്റിംഗ് ദിവസം ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ADGP ആയിരുന്നു ആ സമയം ഞാൻ.
ഞാനൊരു ADGP ലോ ആൻഡ് ഓർഡർ പോസ്റ്റ് ചെയ്തിട്ടില്ല, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുമില്ല. ലോ ആൻഡ് ഓർഡർ ADGP ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന ആൾ 2 വർഷം പൂർത്തിയായി കഴിഞ്ഞതാണ്, ആൾ എന്നെക്കാളും 2 വർഷം ജൂനിയറുമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ADGP സൗത്ത് സോൺ ആയിട്ട് പോസ്റ്റിംഗ് തരൂ സാർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എടുത്തടിച്ച പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മാറ്റാൻ പറ്റില്ല, അത് NSSൻ്റെ നോമിനിയാണ്, വേറെ എവിടെയെങ്കിലും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഇതിന് എന്നോട് ചോദിച്ചത്, ഇഷ്ടമുള്ളിടത്ത് സാർ തന്നാൽ മതി, എനിക്കങ്ങനെ പർട്ടിക്കുലർ പ്രിഫറൻസ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പോസ്റ്റിംഗ് വൈകാതെ തന്നാൽ കൊള്ളാം സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരികയും ചെയ്തു. ഒരാഴ്ചക്കകം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലായിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്താണ് എന്നും തൃശ്ശൂർ എന്നെ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ASP ആയിട്ട് പോസ്റ്റ് ചെയ്തു എന്ന്. അതൊരു അടിച്ചമർത്തുന്ന ഒരു രീതിയിൽ ചെയ്തതാണ്. കല്യാണം കഴിച്ചു എന്നുള്ളൊരു കുറ്റം കാരണം എന്നെ ചേർത്തല ASP പോസ്റ്റിൽ നിന്ന് പ്രധാനമായിട്ടുള്ള വളരെ കറക്റ്റായിട്ടുള്ള DYSPമാരെ, സസ്പെൻഷനിൽ നിന്ന് തിരിച്ചു വരുന്ന DYSPമാരെ, ഒരു ജോലിയും ചെയ്യാതെ അസുഖം ബാധിച്ചിരിക്കുന്ന DYSPമാരെ, അവരെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് റിക്രൂട്ടായിട്ടുള്ള ഒരു IPS ഓഫീസറെ ASP ആയിട്ട് പോസ്റ്റ് ചെയ്തത് തൃശ്ശൂർ. അതേക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ജില്ലയിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഓരോ മാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി, ഒരു രേഖ ഉണ്ടാക്കി, ഒരു കമ്പാരിസൺ സ്റ്റഡിയൊക്കെ നടത്തി മുമ്പത്തേക്കാളും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, എന്താണ് ട്രെൻഡ്, ആക്സിഡൻറ്റ് റേറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, കൊലപാതകത്തിൻ്റെ ട്രെൻഡ് എന്താണ്, പൊളിറ്റിക്കൽ കേസിൻ്റെ ട്രെൻഡ് എന്താണ്, ഹേർട്ടിൻ്റെ ട്രെൻഡാണ്, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം എന്താണ്, അങ്ങനെയുള്ള കുറേ അനാലിസിസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. കുറേ ഓഫീസേഴ്സ് ഉണ്ട്, യൂണിഫോം ഒന്നും ഇടണ്ട, മഫ്റ്റിയിൽ ജോലി ചെയ്താൽ മതി. എല്ലാ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെയും മുകളിലായിട്ട് വരുന്ന സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ മുകളിലോ അവിടെ ഇരിക്കുന്ന DYSPമാരുടെ മുകളിലോ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകൾ SP-മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, ബറ്റാലിയൻ, ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ വകുപ്പുകളുണ്ടല്ലോ, അതിലൊന്നാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് പോലെ തന്നെയാണ്. മുഖ്യ ജോലി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മൊത്തം നടന്നിട്ടുള്ള ഒരു മാസത്തെ കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ശേഖരിച്ച് കളക്ട് ചെയ്ത് അത് സ്വാംശീകരിച്ച് ഒരു രേഖ പോലെ ഉണ്ടാക്കി, ഡോക്യുമെൻ്റാക്കി, എക്സൽ ഷീറ്റിലാക്കി, അതിൻ്റെ വ്യതിയാനങ്ങൾ നോക്കി, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെയാണ് ജില്ലകളിൽ ചെയ്യേണ്ടത്, പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്തൊക്കെ ചെയ്യണം, എത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കി അത് DGPക്ക് എല്ലാ മാസവും ഒരു റിപ്പോർട്ടോട് കൂടി പ്രസൻറ്റ് ചെയ്യുക. DGP അതിൻ്റെ ബേസിസിലാണ് ക്രൈം കോൺഫറൻസുകൾ നടത്തി എല്ലാ ജില്ലകളിൽ നിന്നും SP-മാരോട് ഇന്നിങ്ങനെ എന്തായി ഇതെന്തായി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. SCRB ADGPയുടെ കീഴിൽ കുറച്ച് വിങ്ങുകളുണ്ട്. അതിൽ മുഖ്യമായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ വിങ്ങാണ്. കേരള പോലീസിൻ്റെ കമ്പ്യൂട്ടർ സെൻറ്റർ അതാണ് വരുന്നത്. പണ്ട് ഒരുപാട് നാൾ മുമ്പ് തന്നെ ഈ കമ്പ്യൂട്ടർ കേരള പോലീസിലുണ്ടായിരുന്നു. ഞാൻ ASP ആയിട്ട് വരുമ്പോൾ, ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് വരുമ്പോൾ എല്ലാ IG-മാരെയും ADGP-മാരെയും ഒക്കെ കോൾ ഓൺ ചെയ്യാൻ പോയ സമയത്ത് ഒരു IG I am the IG of KPCC എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ KPCC എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിനൊരു IG ഉണ്ടോ എന്ന മട്ടി നോക്കിയപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടാറുണ്ട്, ഇത് കേരള പോലീസ് കമ്പ്യൂട്ടർ സെൻറ്റർ ആണെന്ന്. ചെന്ന് കയറുമ്പോഴേ ഭയങ്കര ഒച്ചയാണ്, ആ ബിൽഡിങ്ങിന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട്, വിറയലുണ്ട്. എന്നിട്ട് കമ്പ്യൂട്ടറൊക്കെ കാണിക്കാൻ കൊണ്ടുപോയി. അത് ഒരു ബൃഹത്തായ സംഭവമായിരുന്നു. അതൊരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മുറിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു മുറിക്കകത്ത് വലിയ 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 പെട്ടികളായിട്ട് നിന്ന് ഭയങ്കര ശബ്ദവും ഇങ്ങനെ അനക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര കുറുകുറുകുറാന്നൊക്കെയുള്ള എന്തൊക്കെയോ ഒരു മെഷീനാണ് അന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീൻ എന്നൊക്കെ പറയുന്ന പെട്ടികൾ പോലെയുള്ള വലിയ വലിയ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും മനസ്സിലാവില്ല നമ്മൾ. ഇതുപോലെയൊന്നും അല്ലായിരുന്നു നാഷണൽ പോലീസ് അക്കാഡമിയിലെ കമ്പ്യൂട്ടർ. അതൊരു സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ പോലെയുള്ളതായിരുന്നു. പക്ഷേ ഈ കേരള പോലീസ് കമ്പ്യൂട്ടർ സെൻറ്റർ എന്ന് പറഞ്ഞ സെർവേഴ്സും ഒക്കെ ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു. അത് കെട്ടിടം മൊത്തം കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അത് വർക്ക് ചെയ്യുമ്പോൾ കുടു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഭയങ്കര പവർ കൺസംഷനും ഒക്കെ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഒരുപാട് മാറി. IAPS ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കാര്യം മുഴുവൻ കേരള പോലീസിൽ വന്ന ഒരു സമയമായിരുന്നു. ഞാൻ ADGP ആയിട്ട് SCRBയിൽ പോകുമ്പോൾ CCTNS ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് NIC വഴി എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അതിനായിട്ടുള്ളൊരു വലിയ ടീം വന്ന് കമ്പ്യൂട്ടറൈസ്ഡ് പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ നല്ലൊരു വകുപ്പായിരുന്നു കമ്പ്യൂട്ടർ വിങ് പോലീസിൽ. അത് SCRBയുടെ കീഴിലായിരുന്നു വന്നിരുന്നത്. പിന്നെ വന്നിരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വയർലെസ് സെറ്റുകളും
റിപ്പീറ്റർ സ്റ്റേഷനുകളും എല്ലായിടത്തുമുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ള ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിക് ബ്യൂറോ എന്ന് പറയുന്ന ഒരു ബ്യൂറോ ഉണ്ടായിരുന്നു. അതെല്ലാ ക്രൈം സീനുകളിലും പോയി ആൾക്കാർ ഫോട്ടോ എടുക്കണമല്ലോ. ക്രൈം സീനുകളിൽ മാത്രമല്ല, ചിലപ്പോൾ ചില VIP അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസും പോലീസിൻ്റെ ഫംഗ്ഷൻസും ഒക്കെ കവർ ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സാണ്. കൂടാതെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞ വേറൊരു ബ്യൂറോ ഉണ്ടായിരുന്നു. കേരള പോലീസിലുള്ള എല്ലാ ക്രിമിനൽസിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് ട്രാക്ക് ചെയ്തെടുക്കുന്ന ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ വലിയൊരു സംഗതി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ അതിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിങ്ങാണ്. ഇത്രയും ഓഫീസേഴ്സിന് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഓഫീസായിരുന്നില്ല അത്. അവിടെ സ്റ്റാഫ് വേണം. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ ചീഫ് ഉണ്ടാവും, ഫോട്ടോഗ്രാഫിക് ബ്യൂറോയുടെ ചീഫ് ഉണ്ടാവും, SP ഉണ്ടാവും, കമ്പ്യൂട്ടർ SP ഉണ്ടാവും, പിന്നെ SCRBയുടെ ഒരു SP ഉണ്ട്. SCRBക്ക് റിസർച്ച് വിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസർച്ചും കൂടെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിലേക്ക് മാറ്റാനുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഞാൻ അവിടെ പോയി ചാർജ് എടുക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് സമയത്തേക്ക് ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ അവിടെ ADGPയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊരു ഞെട്ടൽ ഉണ്ടായി. നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം, അമ്പലമൊക്കെ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും വെച്ചേക്കണം, ക്ലട്ടർ ഉണ്ടാവരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചവറുകളും അവിടെ ഇവിടെയും കൂടി നടക്കാൻ പാടില്ല, നല്ല നീറ്റായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇരുന്ന് പോസിറ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഫീസ് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അത് വളരെ മോശമായിട്ടുള്ള ഒരു ഓഫീസായിരുന്നു എന്നെ എതിരേറ്റത്. അപ്പോൾ എനിക്ക് കുറച്ച് പ്രയാസമുണ്ടായി അത് കണ്ടപ്പോൾ. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബാത്റൂമും ഒക്കെ ആയിരുന്നു. ഞാൻ DGPയുടെ അടുത്ത് പോയി പറഞ്ഞ് കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ച് കുറച്ചധികം കഷ്ടപ്പെട്ട് വളരെ നല്ല രീതിയിൽ ഞാനത് മെച്ചപ്പെടുത്തി എടുത്തു. ഒരു മാസത്തിനകം കുറച്ച് നന്നാക്കി എടുത്തൊരു സമാധാനമായിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്തു. കുറേ അധികം പണി ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. IAPS എന്ന് പറയുന്ന ഫുള്ള് ചെയ്തത് ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഓഫീസറിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള കുറച്ചധികം പലയിടത്തുനിന്നും ഇങ്ങനെ പറയുന്ന കുറേ പാളിച്ചകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുമൊക്കെ അതൊക്കെ ശരിയാക്കി അപ്പോൾ പോകാനുള്ള ഒരു നല്ല ടീമുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വിങ് വളരെ നല്ല ഒരു സെറ്റ് ഓഫ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പോലീസിലുള്ള കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ഒരുപാട് പേരുണ്ട്. കമ്പ്യൂട്ടർ പഠിച്ചിട്ട് വരുന്നവരുണ്ട്. പിന്നെ അതിനകത്ത് കമ്പ്യൂട്ടറിൽ താല്പര്യമുള്ളവരെ കൂടുതൽ നമ്മൾ പഠിപ്പിച്ചിരുത്തുന്നവരുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ SCRBയിൽ ഇരിക്കുന്നവരും വളരെ മിടുക്കരായിട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരും ഈ ക്രൈം അനാലിസിസും സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും ഒക്കെ തരുമ്പോൾ ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ അവർക്ക് DGPക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ കേസുകളുടെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാരുടെ സൂയിസൈഡ് കൂടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു എങ്ങനെയെങ്കിലും അതൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് ശ്രമം നടത്തണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കുറ്റകൃത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ കടത്തിക്കൊണ്ടുവരുന്ന, അതായത് കുട്ടിക്കടത്തിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ റിപ്പോർട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന സമയത്തെ ഞാൻ ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന ശേഷം വീണ്ടും ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ അന്ന് ഒരു തീരുമാനമെടുത്ത് DGPക്ക് കൊടുത്ത റിപ്പോർട്ടിനകത്ത് അനാഥാലയങ്ങൾ ഒരുപാടെണ്ണം കേരളത്തിലുണ്ട്. അവിടേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാ അനാഥാലയങ്ങളും നമ്മൾ നോക്കി SP-മാരോട് പരിശോധിച്ച ശേഷം ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞതനുസരിച്ച് ഞെട്ടിപ്പിക്കുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തുള്ള അനാഥാലയങ്ങളിൽ 30 എണ്ണത്തിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ. അത് നിയമപരമായിട്ട് പ്രവർത്തിക്കാനുള്ള അംഗീകാരമുള്ളൂ. ബാക്കിയെല്ലാം 60%, 65-70% അനാഥാലയങ്ങൾ, ചിലതൊന്നും അനാഥാലയങ്ങളെ അല്ല, അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ പോലും ഒരു ബിൽഡിംഗ് പോലും ഇല്ല. വെറുതെ വെച്ചിട്ടൊരു ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനോ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മതപരമായിട്ട് എന്തോ ലാഭത്തിനോ ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ അത്രയും പേർക്കും ഈ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവിടെ ഒന്നും ഒരു രജിസ്റ്ററും ഇല്ല, ഒരു രേഖയുമില്ല. എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല, എത്ര കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയില്ല. മിസ്സിംഗ് ആയിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡീറ്റെയിൽസിൻ്റെ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും അത് ലിങ്ക് ചെയ്യാനും മറ്റു പല സംസ്ഥാനങ്ങളിൽ പോയിട്ട് മിസ്സിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാനും, പിന്നെ അതുപോലെ നമുക്കൊരു ഗാലറി ഉണ്ട്, റൗഡീസ് ഗാലറി, KD's ഗാലറി എന്ന് പറഞ്ഞ കാപ്പ പ്രതികളുടെ ഗാലറി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പടവും ഇതും സഹിതം പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലൈംഗിക കുറ്റവാളികളുടെ ഒരു ഗാലറിയും കൂടെ തുടങ്ങിയത്. അവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് ഡീറ്റെയിൽസും എടുത്ത ഒരു ഗാലറി തുടങ്ങിയത്. കാരണം ഇത് മോഡസ് ഓപ്പറാൻഡൈ എന്ന് പറയുന്ന MO ക്രിമിനൽസിനെ ട്രേസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇങ്ങനെയാകുമ്പോൾ. അതിനകത്ത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാണും. അവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ടാവും, അവരുടെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, വേറെ പേരുകൾ അറിയപ്പെടുന്നത്, പലതരത്തിലുള്ള ഫോട്ടോസ്, ഓരോ സ്റ്റേജിലുള്ള ഫോട്ടോസ്, എത്ര കേസുകളിൽ പ്രതിയാണ് മുമ്പ്, എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന CRBയിൽ അന്ന് അപ്ലോഡ് ചെയ്യാനും
ഒരു റിസർച്ച് വിങ് എന്ന് പറയുന്നത് പുതിയതായിട്ട് രൂപീകരിച്ച് അതിനകത്ത് പോലീസിൽ വേണ്ടി വരുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹൗ ടു മോഡേണൈസ് പോലീസ് എന്നതിനെക്കുറിച്ച് റിസർച്ച്, ഇതുവരെ നടക്കുന്ന പോലീസിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള റിസർച്ച്, എങ്ങനെ പോലീസിൻ്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താം, പൊതുജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പോലീസിൻ്റെ സേവനം മെച്ചപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയും ഒരു സർവേ പൊതുജനങ്ങളുടെ ഇടയിൽ നടത്താനായിട്ടൊരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ജനങ്ങൾ എത്രമാത്രം പോലീസിനെ വിശ്വസിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു സർവേ നടത്താമെന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുകയും ആ സർവേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതോടെ ഏറ്റവും പ്രശസ്തമായി ഞാൻ ചെയ്ത കാര്യം ഇപ്പോഴും ഉപയോഗിക്കുന്നത് തുണ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് ഏത് സേവനം പോലീസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ബൃഹത്തായ ഒരു പരിപാടിയിലൂടെ കടന്നു പോകണം. FIRൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒരു ലൈസൻസിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും സാങ്ഷനോ, മൈക്ക് സാങ്ഷനോ, പ്രൊസഷൻ സാങ്ഷനോ എന്ത് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനുകളും സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ DGPയുടെ ഓഫീസിലുമൊക്കെ കയറി ഇറങ്ങി പിന്നെ പൈസ ട്രഷറി പോയി കെട്ടിവെച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ബൃഹത്തായ പ്രോസസ്സിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത് സിംപ്ലിഫൈ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് എൻ്റെ സമയത്താണ്. അതിന് ഞാൻ തുണ എന്നാണ് പേരിട്ടത്. അത് ഇംഗ്ലീഷിലാണ് THUNA, ദ ഹാൻഡ് യു നീഡ് ഫോർ അസിസ്റ്റൻസ് എന്നുള്ള ഒരു പേരിലാണ് തുണ എന്നുള്ള അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിയിട്ടത്. അതിൻ്റെ ഇനോഗ്രേഷൻ കാര്യമായിട്ട് നടന്നു. ഭയങ്കര നല്ല രീതിയിൽ അത് പ്രാവർത്തികമായി തുടങ്ങി. ഞാൻ അവിടുന്ന് മാറിയ ശേഷം പിന്നീട് വന്ന ADGPമാർ അതിന് അധികം മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും അങ്ങനെ എനിക്ക് തുണ ഇതേവരെ എൻ്റെ അറിവിൽ 3 പ്രാവശ്യം ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഞാനാണ് അതിന് രൂപം കൊടുത്തതും അത് തുടങ്ങിയതും. പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ ഫോണിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മോഡ്യൂൾസ് അതിനകത്ത് തന്നെ വരും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇമെയിലായിട്ടോ പോസ്റ്റിലോ അവരുടെ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എത്തിച്ചു കൊടുക്കും. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും എനിക്കെതിരെ ഒരു അലിഗേഷൻ അവിടെ പൊങ്ങി വന്നു. ബാക്കി പിന്നെ പറയാം. സസ്നേഹം, ശ്രീലേഖ.